നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പോടുകൂടി രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണല്ലോ. പകരം ആര് എന്നുള്ളൊരു ചോദ്യം ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം BCCI ഹെഡ് കോച്ചിനുള്ള പൊസിഷനിലേക്ക് ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിരുന്നു. അത് കഴിഞ്ഞ മൺഡേയോടുകൂടി അതിന്റെ ഡെഡ് ലൈൻ അവസാനിച്ചതാണ്. ഇനി ആരായിരിക്കും ഇന്ത്യൻ കോച്ച് എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇപ്പോ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്തത് ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ കോച്ചായി അവരോധിച്ചിരിക്കുന്നത് ഡൺ ഡീലാണ്. ഇനി അനൗൺസ്മെന്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഒരു ഹൈ പ്രൊഫൈൽ IPL ഫ്രാഞ്ചൈസ് ഓണർ അവരോട് അറിയിച്ചിരിക്കുന്നു എന്നാണ്. ഹൈ പ്രൊഫൈൽ ഫ്രാഞ്ചൈസ് ഓണർ ആരാണ് എന്നുള്ളത് ഇനിയും അവർ പുറത്തുവിട്ടിട്ടില്ല. അത് വേണമെങ്കിൽ ഷാരൂഖ് ഖാൻ ആവാം, മറ്റാരുമാവാം. ഏതായാലും അവരുടെ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: a very high profile owner of an IPL franchise who is very close to the BCCI top brass told CricBuzz that Gambhir's appointment is a done deal and the announcement will come soon എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു ഹൈ പ്രൊഫൈൽ കമന്റേറ്റർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ നൽകുന്ന ക്ലൂ കൂടി പറയുന്നുണ്ട്. ഗംഭീറിനെ സ്വന്തമാക്കാൻ വേണ്ടി, കോച്ചാക്കി നിർത്താൻ വേണ്ടി BCCI എല്ലാ എഫേർട്ടും ഇട്ടിട്ടുണ്ട്. അധികം വൈകാതെ അനൗൺസ്മെന്റ് വരും എന്നുള്ള കാര്യം കൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. ചുരുക്കത്തിൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചാവാനുള്ള സാധ്യതയാണ് ഇതിൽ കാണിക്കുന്നത്. ഡൺ ഡീൽ എന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവര് ഒരു ഫ്രാഞ്ചൈസി ഓണറെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിക്ബസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് മറ്റു ചില വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിരുന്നു. മൺഡേ ഡെഡ് ലൈൻ അവസാനിക്കുമ്പോൾ പ്രമുഖ വിദേശ കോച്ചുമാരും മുൻതാരങ്ങളായിട്ടുള്ള പ്രമുഖ വിദേശ കോച്ചുമാരൊന്നും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത കൂടി വന്നത്. അതോടുകൂടി ഇന്ത്യൻ താരങ്ങൾ, മുൻ ഇന്ത്യൻ താരങ്ങൾ ആരെങ്കിലും കോച്ചായി വരും എന്നുള്ള തരത്തിലേക്ക് തന്നെ ചർച്ചകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം ഗംഭീർ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ ക്രിക്ബസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഗംഭീറിന്റെ കേസിലാണെങ്കിൽ BCCIയുടെ സെക്രട്ടറിയും ഗംഭീറും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ദേശ് കെ ലിയെ കർണ ഹെ എന്ന് പറഞ്ഞുകൊണ്ട്, അതായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം. അതായത് രാജ്യത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. അപ്പം രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗൗതം ഗംഭീറിനെ കോച്ചാക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. നല്ല രൂപത്തിലുള്ള ഒരു ഓഫർ BCCI മുന്നോട്ട് വെക്കുമ്പോഴും ഗംഭീറിന് മുന്നിൽ നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് വേറെയുണ്ട്. അദ്ദേഹം മെന്റർ എന്ന നിലയിൽ ഇവിടെ തിളങ്ങുന്നു. അതുപോലെ തന്നെ TV കമന്റേറ്റർ എന്ന രൂപത്തിൽ അദ്ദേഹം ഓൾറെഡി കഴിവ് തെളിയിച്ചതാണ്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിട്ട് 2 മാസം വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം 5 തവണ ബ്രേക്ക് എടുത്തു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു യങ് ഫാമിലിയാണുള്ളത്. അത്തരം ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ആണെങ്കിൽ ഏതാണ്ട് ഒരു 10 മാസത്തോളം ട്രാവൽ ചെയ്യേണ്ടി വരും. അതെങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. എങ്കിൽ പോലും ഇന്ത്യൻ കോച്ച് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഫെയിമും സ്റ്റാച്ചറും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ഡൺ ഡീലാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഗംഭീറിന്റെ ഇന്ത്യൻ കോച്ച് സ്ഥാനം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.